ധർമ്മപ്രിയ ഫൈനാൻസിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ്. ഒറ്റപ്പാലം നഗരസഭയിലെ 5-ാം വാർഡിൽ വികസന പ്രവർത്തനങ്ങൾ ഒന്നും നടന്നിട്ടില്ലെന്ന് CPIM. ഒറ്റപ്പാലം നഗരസഭയിലെ 5-ാം വാർഡ് കൗൺസിലർക്കെതിരെ ശക്തമായ ആരോപണവുമായി CPM ലോക്കൽ കമ്മിറ്റി അംഗവും 5-ാം വാർഡ് പ്രദേശവാസിയുമായ ഇ രാമചന്ദ്രൻ. നിലവിലെ കൗൺസിലറെ പോലും വാർഡിലെ ജനങ്ങൾക്ക് അറിയില്ലെന്നും കൗൺസിലർ പദവി ഭാര്യയ്ക്കും ജനപ്രതിനിധിയായി കൗൺസിലറുടെ ഭർത്താവ് പ്രവർത്തിക്കുന്നതായും ഇ രാമചന്ദ്രൻ ആരോപിച്ചു. പിന്നെ കൗൺസിലറുടെ സാന്നിധ്യം എന്നത് കൗൺസിലറുടെ പേര് പോലും പലർക്കും അറിയില്ല എന്നുള്ളതാണ്. കൗൺസിലറെ കണ്ടുകിട്ട് അറിയില്ല. കൗൺസിലറുടെ ഭർത്താവാണ് അത്യാവശ്യം ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത്. സർപഞ്ച് പതി എന്ന് പറഞ്ഞൊരു ഏർപ്പാടുണ്ട്. എന്നുവെച്ചാൽ സർപഞ്ച് എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് പ്രസിഡന്റാണ്. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പതി എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭർത്താവ്. എന്നുവെച്ചാൽ ഭാര്യ പഞ്ചായത്ത് പ്രസിഡന്റ് ആണെങ്കിലും പണി അല്ലെങ്കിൽ അധികാരം ഒക്കെ പതിക്കാണ്, ഭർത്താവിനാണ് എന്നതാണ് വടക്കേന്ത്യ സ്ഥിതി. അതാണ് ഈ 5-ാം വാർഡിനും ഇപ്പോഴുള്ള അവസ്ഥ. അപ്പം അതുകൊണ്ട് ഈ 5-ാം വാർഡിൻ്റെ ജനങ്ങളുടെ ജീവിതത്തിൽ ഇനിയും മുന്നോട്ട് പോക്കുണ്ടാകണമെങ്കിൽ ഈ സ്ഥിതി മാറിയേ പറ്റും. ഒരു പുതിയ രീതിയിലുള്ള ജനപ്രതിനിധി ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു പ്രതിനിധി ഉണ്ടാകേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ള അഭിപ്രായം. ഭാര്യയും ഭർത്താവും മാറി മാറി ഭരിച്ച 10 വർഷം വാർഡിൽ യാതൊരു വികസനവും കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല എന്നും നഗരസഭയിൽ ഒരു ഇടവഴി പോലും ഇല്ലാതെ റോഡിന്റെ വികസനം നടത്തുമ്പോൾ ഈ വാർഡിൽ മാത്രമാണ് ഇടവഴി ഉള്ളതെന്ന് അദ്ദേഹം വിമർശിച്ചു. കഴിഞ്ഞ 10 വർഷമായിട്ട് ഒരു ഭാര്യയും ഭർത്താവും ആണ് കൗൺസിലർമാരായി തുടരുന്നത്. ഈ 10 വർഷത്തിൻ്റെതായ അവരുടേതായ ഏതെങ്കിലും ഒരു സംഭാവന വികസനത്തിൽ ചൂണ്ടിക്കാട്ടാൻ കഴിയില്ല. അതിനു മുൻപ് ഇടതുപക്ഷ കൗൺസിലർമാർ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതല്ലാതെ ഈ വാർഡിൽ ഒരു വികസനവും ആർക്കും ചൂണ്ടിക്കാണിക്കാനാവില്ല. വികസനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് മുനിസിപ്പാലിറ്റിയുടെ വികസനത്തിന് റോഡുകളാണല്ലോ. ഇടവഴികളെല്ലാം റോഡുകളാക്കി മാറ്റുക എന്നതായിരുന്നു ജനകീയ ആസൂത്രണ കാലത്ത് ഞങ്ങൾ മുന്നോട്ട് വെച്ചൊരാശയം. ഇപ്പോൾ പുതിയ കുട്ടികൾക്ക് ഒരു 10-20-25 വയസ്സായ കുട്ടികൾക്ക് ഇടവഴി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയില്ല ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റിയിൽ. പക്ഷേ ഈ 5-ാം വാർഡിൽ ഇപ്പോഴും ഒരു ഇടവഴിയുണ്ട്. കുട്ടികൾക്ക് വന്ന് കണ്ട് മനസ്സിലാക്കാൻ ഇടവഴി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാവാൻ നെല്ലിമറ്റ മുതലേക്ക് കയറി പോകുന്ന ഒരു ഇടവഴി ഉണ്ട് അയ്യപ്പക്കാവ് റോഡിൽ നിന്ന്. അതുപോലും റോഡാക്കി മാറ്റുന്നതിന് കഴിഞ്ഞിട്ടില്ല. വൈദ്യുതി, കുടിവെള്ളം എന്നിവ വാർഡിൽ എത്തിക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല വാർഡിലെ കുടുംബശ്രീയുടെ പ്രവർത്തനം നിശ്ചലമായതായും ഇ രാമചന്ദ്രൻ പറഞ്ഞു. ഇടതുപക്ഷ കൗൺസിലർമാരും ഇടതുപക്ഷ ഭരണവും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. 5-ാം വാർഡിൽ ഒരു വീട്ടിൻ്റെ മുന്നിലും ഇപ്പോൾ റോഡ് എത്താത്തുണ്ടെങ്കിൽ ഈ പറഞ്ഞ നെല്ലിപ്പറ്റ മുന്നിലെ ഈ വഴി മാത്രമാണ്. പിന്നെ ഇലക്ട്രിസിറ്റി എത്തിക്കുന്നതിലും വാട്ടർ സപ്ലൈ എത്തിക്കുന്നതിലും എല്ലാം തന്നെ മുമ്പ് ചെയ്തു വെച്ചിട്ടുള്ളതല്ലാതെ പുതിയതായിട്ട് ഒന്നും തന്നെ ആർക്കും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. മറ്റൊന്ന്, നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ അല്ലെങ്കിൽ പഞ്ചായത്തുകളുടെ ഒക്കെ പ്രവർത്തനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ കുടുംബശ്രീ. കുടുംബശ്രീയുടെ എല്ലാ യൂണിറ്റുകളും ഇപ്പോൾ നിശ്ചലമായി കഴിഞ്ഞിട്ടുണ്ട്. നന്നായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന അയൽക്കൂട്ടങ്ങളൊന്നും ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല.